എന്തൊക്കെ ആയിട്ട് വായനയിലാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പത്രത്തിലൊക്കെ നോക്കി എന്ത് പറ്റി നോക്കി മണിപ്പൂർ വിഷയം എന്നിട്ട് പൗരത്വമില്ല എന്തി കാണും. മണിപ്പൂർ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ ഏറ്റവും വലിയ ഒരു പരാതി. എന്നിട്ട് ഇതിൽ പറയേണ്ടത് വീണ്ടും ഒരു അധികാരത്തിൽ എന്തോ ഗ്യാരണ്ടിക്കും പറയേണ്ടത് വീണ്ടും ഗ്യാരണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 15 ലക്ഷം തരാൻ പറഞ്ഞിട്ട് തന്നാ കിട്ടിയില്ലേ? കിട്ടിയ ആർക്ക് കിട്ടി? ആർക്ക് കൊടുത്തില്ല. അതുപോലെ തന്നെ പെട്രോളിന് 50 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. അത് തന്നില്ല. അത് ശരി, അതും കിട്ടിയില്ല. പിന്നെ ഗ്യാസിന്റെ സബ്സിഡി ബാങ്ക് മുഖാന്തരം എല്ലാവരും അത് കൊടുത്തിരുന്നുണ്ടോ? എവിടെ ഇല്ലേ? കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് 5 പൈസ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അരി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ക്ഷേമ പെൻഷനില്ലേ, ആകെ 200 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. അത് എത്ര കോടി തരാനുള്ള? കോടിക്കണക്കിന് രൂപയുടെ തരണം. അതുകൊണ്ടല്ലേ നമുക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് പരിപാടി 2000-ന്റെ കേസും കൊടുത്തില്ല. കൃഷിഭവൻ മുഖാന്തരല്ല. കൃഷിഭവൻ മുഖാന്തരം 2000 രൂപ വന്നു. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ കാശ് കാണാനില്ല. വന്നപ്പോ സന്തോഷിച്ചു. അത് ശരി, പൈസ അല്ല. അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്ക് എന്ത് പരിപാടി? ഇവിടുന്ന് കുറെ ജയിച്ചു പോയില്ലോ. കോൺഗ്രസ്സുകാർ പരിപാടി എന്നിട്ടാ അവിടെ ഇവിടുന്ന് ജയിച്ചു പോകും. കൈപ്പത്തിക്ക് കാണിച്ചിട്ട് അവിടെ എന്നാ താമരയായി. അപ്പൊ നമ്മളെ പറ്റിക്കുക, നമ്മളെ പറ്റി രണ്ടു കൂട്ടരും നമ്മളെ പറ്റിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ സുനിൽകുമാർ എങ്ങനെ ഇപ്പൊ നല്ല സുനിൽകുമാർ പറഞ്ഞ പത്തരമാറ്റ് തങ്കാണ്. ചെമ്പല്ലാട്ടോ, പത്തരമാറ്റ് തങ്കം. അത് ശരി. സുനിൽകുമാർ ഇവിടുന്ന് ഇടതുപക്ഷത്തിന്റെ വോട്ട് നേടി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന ഇടതുപക്ഷം തന്നെയാണ്. അല്ല, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ തന്നെ ഇന്ത്യ രക്ഷപ്പെടുള്ളൂ. ഒരു മതേതര ഇന്ത്യ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും അറിയാം, ഒരു മതാധിഷ്ഠിത രാജ്യമായിട്ട് ഇന്ത്യ മാറും. അത് ശരി. അങ്ങനെ വന്നാൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ മാറണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. കൂടുതൽ സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു വരണം. കൂടുതൽ സീറ്റ് ഇടതുപക്ഷം ജയിക്കണം. എന്നാലും നമുക്ക് ഇന്ത്യയുടെ ഒരു ഭരണം ദൃഢമായി കൊണ്ടാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മുസ്ലിമിനും ക്രിസ്ത്യൻസിനും ഹിന്ദുവിനും എല്ലാവർക്കും ഒത്തൊരുമിച്ച് നല്ല ജീവിതം കിട്ടും. അതിന് നമുക്ക് തൃശ്ശൂരെ ഒരു കുട്ടം മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. അപ്പൊ നമുക്ക് സുനിൽകുമാറിന് വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ തൊട്ടടുത്ത കുടുംബങ്ങളുടെ എല്ലാം പറയാം. ഒരു ഗ്യാരണ്ടിയില്ല. ഇത് ഇടതുപക്ഷത്തിന്റെ ഗ്യാരണ്ടി. ഇടതുപക്ഷം ജയിച്ച അവിടെ പാർലമെന്റിലെ ഇടതുപക്ഷം തന്നെയായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഇറങ്ങട്ട, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഓക്കെ. അപ്പൊ നമ്മുടെ സുനിച്ചേട്ടനെ നമുക്ക് വിജയിപ്പിക്കണം. ഓക്കെ. സമയമാ